പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി സങ്കീർത്തനം 92 7 വാക്യം വായിക്കാം. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോട് പ്രവർത്തിക്കുന്നതൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. ദൈവഭക്തനായ മോശ തൻ്റെ സങ്കീർത്തനം എഴുതിയപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മോശയ്ക്ക് മനസ്സിലായ ഒരു കാര്യമാണ് മോശ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കും. ഹല്ലേലൂയ. ദുഷ്ടന്മാർ ഹല്ലേലൂയ വളരെ വേഗത്തിൽ അവർ തഴച്ചു വളരുകയാണ്. പക്ഷേ അവർ അങ്ങനെ തഴച്ചു വളരുമ്പോൾ പലരും പറയും, ഹല്ലേലൂയ, ഇത്രയൊക്കെ ദുഷ്ടത ചെയ്ത ഒരു മനുഷ്യൻ ഇത്ര തഴച്ചു വളരുന്നത് എന്താണ്? പെട്ടെന്നാണ് അവരുടെ വളർച്ച കാണുമ്പോൾ കണ്ടിട്ട് പലർക്കും നീതിമാന്മാർക്ക് അസൂയ തോന്നത്തക്ക രീതിയിൽ അവർ വളരുന്നത് നമുക്ക് കാണാം. പക്ഷേ ദൈവം പറയുകയാണ്, ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോട് പ്രവർത്തിക്കുന്നവർക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതാണ്. അവരെ ദൈവം കമ്പയർ ചെയ്തിരിക്കുന്നത് പുല്ലിനോടാണ്. ഹല്ലേലൂയ. ആ പുല്ല് ഏറ്റവും ഭംഗിയായി ആ പുല്ല് വളരും. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ കാറ്റടിച്ചാൽ ആ പുല്ല് എല്ലാം തകർന്നു പോകും. ഒരു കൊച്ചുകുട്ടിക്ക് വരെ ആ പുല്ലിനെ മുഴുവനും നശിപ്പിച്ച് കളയുവാനായിട്ട് കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. പക്ഷേ നീതിമാന്മാരെ പറ്റി ദൈവം പറയുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. നീതിമാൻ അവൻ്റെ ജീവിതത്തിൽ നീതിമാനായി ജീവിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ, അവന് പന പോലെയാണ് വളരുന്നത്. ഹല്ലേലൂയ. ലെബനോനിലെ ദേവദാരു പോലെ വളരും. പനയുടെ പ്രത്യേകത എന്താണ്? അത് പുല്ലുപോലെ അത്ര വേഗത്തിൽ വളരുകയില്ല. പക്ഷേ സാവകാശത്തിലാണ് ഒരു നീതിമാന്റെ വളർച്ച. പക്ഷേ അത് വളരെ ആഴത്തിലേക്ക് വേരുകൾ ഊന്നി, ഹല്ലേലൂയ, ഡീപ്പായി ഡീപ്പ് റൂട്ടഡാണ്. അതിൽ ഒരു കാറ്റടിച്ചാൽ അതിന് ഒന്നും സംഭവിക്കുകയില്ല. ചെറിയ കാറ്റുകൊണ്ട് അതിന് ഒന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ. അത് വളരെ ഡീപ്പായി അതിൻ്റെ ഇലകൾ വളരെ ഡീപ്പായി ഇറങ്ങി ആണ് പന നമുക്ക് കാണുവാൻ. ഒരു പനയെ മറച്ചു കളയുവാൻ അത്ര എളുപ്പമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീതിമാന്മാർ, ഹല്ലേലൂയ, നീതിമാന്മാർ അവരെങ്ങനെയാണ്? പന പോലെയാണ് ഇരിക്കുന്നത്. അവർക്ക് ഒരു മാസം ഒരു പനയ്ക്ക് വെള്ളം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആ പന നശിച്ചു പോകുകയില്ല. അത് അതിൻ്റെ വേര് ആഴത്തിലിറങ്ങി അത് ഒരു കാറ്റടിച്ചാൽ ഒരു പന വീഴുകയില്ല. അത് വളരെ ശക്തിയോടെയാണ് ആ പന നിൽക്കുന്നത്. പക്ഷേ ദുഷ്ടന്മാർ എങ്ങനെയാണ് ദൈവം വളർത്തിയിരിക്കുന്നത്? പുല്ലുപോലെയാണ് ദുഷ്ടന്മാർ. ഹല്ലേലൂയ. ദുഷ്ടന്മാർ അതുകൊണ്ട് ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ നീതിയെ അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. പുല്ല് ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ, ഒരു ചെറിയ വെയിലടിക്കുമ്പോൾ അവൻ പുല്ലുപോലെ വാടിപ്പോകുകയാണ്, പെട്ടെന്ന് വാടിപ്പോകുകയാണ്. പന അങ്ങനെ വാടിപ്പോകുകയില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീതിമാന്മാർ അവൻ പുല്ലുപോലെ തഴയ്ക്കും, ദുഷ്ടന്മാർ അവൻ പുല്ലുപോലെ തഴയ്ക്കും, നീതിമാന്മാരോ അവൻ പന പോലെയാണ് തഴയ്ക്കുന്നത്. പനയെ നമുക്ക് ഒരു ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പനയ്ക്ക് സംഭവിച്ചാൽ പനയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ, നീതിമാന്മാരുടെ സൗഖ്യം കണ്ടിട്ട് നിനക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ആസാഫ് തൻ്റെ സങ്കീർത്തനത്തിൽ ഒരിക്കൽ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, നീതിമാന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അവരോട് അസൂയ തോന്നുകയാണ്. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടി ചുരുണ്ടിരിക്കുന്നു, അവർ മറ്റനെ പോലെ കഷ്ടത്തിലാകുന്നില്ല എന്ന് ആസാഫ് ദൈവത്തോട് ചോദിക്കുകയാണ്. അവർ മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നുമില്ല. ഹല്ലേലൂയ. അവിടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവിടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ. അവർ ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ദുഷ്ടന്മാർ നിത്യം സ്വസ്ഥത അനുഭവിക്കുന്നു എന്നൊക്കെ അവർ ദൈവത്തോട് ആസാഫ് ചോദ്യങ്ങൾ ചോദിക്കുക
പറയുകയാണ്. അപ്പോൾ ദൈവം ആസാഫിനോട് പറയുകയാണ്, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. അത് ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. അവർ മരുപ്പച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നം പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവിടെ രൂപത്തെ തുച്ഛീകരിക്കും. ഹല്ലേലൂയ. ഒരു സ്വപ്നം പോലെയാണ് ദുഷ്ടന്മാർ നശിച്ചു പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഒരു പുല്ല് വളരെ വേഗത്തിൽ നശിച്ചു പോകുന്ന പോലെ ദുഷ്ടന്മാര് വളരെ വേഗത്തിൽ നശിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഹല്ലേലൂയ, ദൈവം പറയുകയാണ്, ദുഷ്ടന്മാർ പുല്ല് പോലെയാണ്, ഹല്ലേലൂയ, നീതിമാന്മാർ പന പോലെയാണ്. പുല്ല് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ടോ, ദുഷ്ടന്മാരുടെ വളർച്ച കണ്ടിട്ടോ നിനക്ക് അവരോട് അസൂയപ്പെടേണ്ട കാര്യമില്ല. അവരെ പെട്ടെന്ന് നശിപ്പിച്ചു കളയുവാനാണ് ഞാൻ അവരെ ഏറെ ആക്കിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് യെരമ്യാ പ്രവാചകൻ 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോ തന്നെ ആശ്രയമായിരിക്കും ജയിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യവാൻ. അവര് നീതിമാന്മാർ എങ്ങനെയാണ്? അവർ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു, ആറ്റിനരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വെള്ളം തട്ടാതെ ഫലം കാച്ചു. അവർ വരൾച്ചയുള്ള കാലത്തും അത് ഫലം ഇങ്ങനെ ഫലം കാച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നീതിമാന്മാരോ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവന് ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് അവൻ പറയുകയാണ്. വാർദ്ധക്യത്തിലും അവൻ ഫലം കാച്ചുകൊണ്ടിരിക്കും. അവൻ പുഷ്ടി വെച്ച് പച്ച പിടിച്ച് ഇരിക്കും. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ജയഘോഷം തൽക്കാല യോബിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുകയാണ്, ദുഷ്ടന്മാരുടെ ജയഘോഷം എങ്ങനെയാണ്? അത് താൽക്കാലികമാണ്. നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, ദുഷ്ടന്മാര് വളരെ വളരെ ജയഘോഷം അവർ കാണിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അവിടെ ആ ജയഘോഷമുണ്ടല്ലോ, അത് താൽക്കാലികമാണ്, അത് നീണ്ടു നിൽക്കുന്നതല്ല എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് തിരിച്ചു വരാം. 92-ാം അധ്യായം 7-ാം വാക്യം, സങ്കീർത്തനം, ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോടെ പ്രവർത്തിക്കുന്നതൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ദുഷ്ടന്മാരെ ദൈവം പുല്ലിനോട് ഉപമിക്കുമ്പോൾ നീതിമാന്മാരെ പനയോടാണ് ഉപമിക്കുന്നത്. അതിനെ ലെബനോനിലെ ദേവദാരു വൃക്ഷത്തെ പോലെയാണ് നീതിമാന്മാരെ ദൈവം ഉപമിച്ചിരിക്കുന്നത്. അവിടെ വേര് ആഴത്തിലിറങ്ങും. വളരെ ദൂരത്ത് നിന്ന് അത് വെള്ളം ശേഖരിച്ച് അത് വളരും. ഹല്ലേലൂയ. അത് മാത്രവുമല്ല, അതിനെ ഞാൻ ആറ്റിനരികത്താണ് നട്ടിരിക്കുന്നത്. അത് ഉഷ്ണം തട്ടുമ്പോൾ ആ പനയുടെ ഇലയുണ്ടല്ലോ, അത് വാടുകയില്ല. പക്ഷെ പുല്ലിന്റെ ഇല അത് വാടിപ്പോകും. പുല്ല് നശിച്ചു പോകും. ഒരു കാറ്റടിച്ചാൽ പുല്ല് നശിച്ചു പോകും. അതുകൊണ്ട് ഹല്ലേലൂയ, ദാവീദിന്റെ സദസ്സിലെ ഗായക പ്രമാണിയായിരുന്ന ആസാഫ് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട്, അവരുടെ ജയഘോഷം കണ്ടിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, അവർക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ദൈവമക്കളെ, അവരെ ദൈവം താൽക്കാലികമായിട്ട് ആണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. എന്താണ് കാണുന്നത്? ഹല്ലേലൂയ. ഗോതമ്പ് 13-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. അവിടെ ദൈവം ഗോതമ്പ് കൃഷി ചെയ്തിരിക്കുകയാണ്. ആ കൃഷി നല്ല ഗോതമ്പാണ് ദൈവം വിതച്ചത്. പക്ഷേ അതിന് കൂടെ എന്തുണ്ട്? കളയും കൂടി മുളച്ചു വരികയാണ്. അപ്പോൾ ദൈവം എന്ത് പറയുക? ദൈവം ഉടമസ്ഥൻ വന്ന് ഹല്ലേലൂയ, വേലക്കാരൻ വന്ന് ഉടമസ്ഥനോട് പറയുകയാണ്, അവിടെ കളയും കൂടി മുളച്ചു വരുന്നു, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, യഹോവയായ ദൈവം അതിന്റെ ഉടമസ്ഥൻ പറയുകയാണ്, കളയും കൂടെ വളരട്ടെ. കളയെ ഇപ്പൊ പറിച്ചാൽ ആ ഗോതമ്പ് മണിക്ക് ദോഷം സംഭവിക്കും, ആ നല്ല വിത്തിന് ദോഷം സംഭവിക്കും. അതുകൊണ്ട് കളയും കൂടി പറയ്ക്കുക എന്ന് പറയുകയാണ്.
അല്ല കൊയ്ത്ത് കാലത്ത് അവന് കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കെട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് തന്റെ കളപ്പുരയിൽ സൂക്ഷിക്കുവാനും പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ആ ഗോതമ്പുണ്ടല്ലോ, ആ ഗോതമ്പ് കളപ്പുരയിൽ സൂക്ഷിക്കുകയും കളയെ ചുട്ടുകളയുകയും ചെയ്യും. ദുഷ്ടന്മാരെ ദൈവം ചുട്ടുകളയുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് മുഖത്തേക്ക് നോക്കി നല്ല പ്രവൃത്തി ചെയ്ത് നീതിയോടെ ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തെ കർത്താവേ, ആമേൻ.